നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇതിന് പ്രവർത്തിച്ചത് ഈ കാലം വരെയും, അതൊരു ലക്ഷ്യമാണ്. അത് ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് സംവിധാനം ഈ നാട്ടിൽ നിലനിന്ന് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഇവിടെ സ്കൂൾ ഉണ്ടാവണം, ആശുപത്രിയിൽ പോകുമ്പോൾ സർക്കാരിലവിടെ മരുന്നുണ്ടാവണം, പഠനം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊരു ജോലി ഉണ്ടാവണം, രാത്രി കിടന്നുറങ്ങാൻ കഴിയണം, മറ്റുള്ളവരെ കൊണ്ട് ആക്രമിക്കപ്പെടാൻ പാടില്ല. മുഴുവൻ നീതി ഇല്ലെങ്കിൽ 50% ഈ നീതി നടപ്പിലാവണം ഈ നാട്ടിൽ. അതിനു വേണ്ടിയിട്ടാ ഞാനും നിങ്ങളുമൊക്കെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നത്. ഇന്ന് ആ മേഖലനല്ല, നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്ന രാഷ്ട്രീയം, സത്യസന്ധമായ രാഷ്ട്രീയം, അതിന്റെ ഭാഗമായിട്ട് ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഒക്കെ ആള് നിന്ന് പോന്നുള്ളൂ. അതില്ലാതാകുമ്പോൾ അവിടുന്ന് ആളുകൾ തിരക്കി പുറത്തേക്ക് ഇറങ്ങും. ആ ഇറക്കം കേരളമാകെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പൊ ഇവർ ഈ ഒപ്പിട്ടു എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഈ സംഗതി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നട്ടെല്ല് പിണറായി ഒടിച്ചിട്ട് വീണ്. ഒരു തർക്കങ്ങൾ കരുതണ്ട, എണീക്കാൻ കഴിയില്ല. ഇനി ബാക്കിയുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനം, അതിന്റെ അടിപേരും കൂടി വെട്ടുകയാണ്. ഇത് ഞാൻ ഒരു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ ഓഫീസ്, പിണറായിസം, മുഖ്യമന്ത്രി പി ശശി, പോലീസ് ഉദ്യോഗസ്ഥർ, IAS, IFS, IPS, ഇത് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. ജനങ്ങൾക്ക് സർക്കാർ ഓഫീസിൽ പോകാൻ വയ്യ, പൊതുപ്രവർത്തകർക്ക് ഒരു ബഹുമാനവും ഇല്ല സർക്കാരിൽ നിന്ന്, ഒരു ഉദ്യോഗസ്ഥനും ഒരാളെയും മൈൻഡ് ചെയ്യുന്നില്ല. വിശ്വാസത്തോടു കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് സഹോദരിമാർക്ക് പോലും കയറിപ്പോകാൻ കഴിയുന്നില്ല. ഈ നാട്ടിൽ ഉദ്യോഗസ്ഥ രാജാണ്. അത് നിർത്തണം മുഖ്യമന്ത്രി എന്നാണ് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത്. പാർട്ടിക്ക് കത്ത് കൊടുത്തു, പാർലമെന്ററി പാർട്ടിക്ക് കത്ത് കൊടുത്തു, കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചു ഈ കാര്യങ്ങൾ. വന്യമൃഗശല്യം എന്താ സ്ഥിതി? ആരനുഭവിക്കാത്തത്? 1100 ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ വന്യമൃഗാക്രമണം. കൃഷി നിർത്തിയില്ലേ ജനങ്ങള്? 7 മണിയായി കഴിഞ്ഞാൽ ഇതിന്റെ മുറ്റത്തുണ്ടാവും പന്നി. ഒരു തർക്കവും നിങ്ങൾ കരുതുന്ന, ആരും ചിരിക്കണ്ട, എല്ലായിടത്തും എത്തും, എല്ലായിടത്തും എത്തും. ഒരാൾക്കും ഇതിനെ തടയാൻ കഴിയില്ല. നിലമ്പൂരും വണ്ടൂരും നമ്മളെ ഏറനാടൊക്കെ ഈ മലയോര മേഖലകളിൽ മണ്ണാർക്കാട്ട് കൂടെയൊക്കെ ഒന്ന് പോയി നോക്ക് നിങ്ങൾ, കാഞ്ഞിരപ്പുഴയൊക്കെ വിവരം അറിയും. നമ്മളവിടെയൊക്കെ സെക്കൻഡ് ഷോ വിട്ടിട്ട് ആൾക്കാർ വരുമല്ലോ പണ്ട്, അതേ ഭാര്യ